കുടുങ്ങുക. തൃശ്ശൂർ ശോഭ സിറ്റിയിൽ ഒരു ആയുർവേദ ഡോക്ടർ പൊറാട്ട തിന്നുകൊണ്ടിരിക്കെ പൊറാട്ട തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു. അറിയേണ്ട ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. ശോഭ സിറ്റി തൃശ്ശൂരിൽ അവരെ ഒരു റെസ്റ്റോറന്റിൽ കയറി പൊറാട്ടയും ചായയും കഴിച്ചുകൊണ്ടിരിക്കെ പൊറാട്ട തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു. സഹായിക്കാൻ ആരും ഉണ്ടായില്ല. എന്റെ വീട് അലനല്ലൂരാണ്. അലനല്ലൂര് എന്റെ വീടിന്റെ അപ്പുറത്ത് ഒരു മക്കാമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ മക്കാമിന്റെ അത് വളരെ ഫേമസ് ആയിട്ടുള്ള മക്കാമാണ്. ആ മക്കാമിന്റെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന 21 വയസ്സായ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി ബീഫ് കഴിച്ചുകൊണ്ടിരിക്കെ തൊണ്ടയിൽ ബീഫിന്റെ കഷ്ണം കുടുങ്ങി മരിച്ചുപോയി. രക്ഷിക്കാൻ പറ്റില്ല, സഹായിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലൊക്കെ വരാൻ സാധ്യത ഉണ്ട്. കുട്ടികൾ ഒന്നിച്ചിരുന്ന് സ്കൂളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപക്ഷെ സാധ്യതയുണ്ട്. നമ്മളുടെ വീട്ടിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഒരാൾ നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്, അറിയുമെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയും. കാര്യം ഓക്സിജൻ കിട്ടിയില്ല, ശ്വാസം കിട്ടിയില്ല എങ്കിൽ മരണം ഉറപ്പാണ്, അല്ലെ? കൂടുതൽ സമയം നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഫോറിൻ ബോഡീസ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഫോറിൻ ബോഡീസ്, അന്യ പദാർത്ഥങ്ങൾ അല്ലെ ഭക്ഷണ സാധനങ്ങൾ, ഒരുപക്ഷെ കുട്ടികളൊക്കെ ഈ കോർക്കൊക്കെ എടുത്തിട്ട്, അല്ലെ, പ്ലാസ്റ്റിക് കുപ്പിയുടെ കോർക്കൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ വിഴുങ്ങാൻ സാധ്യതയുണ്ട്, നാണയം വിഴുങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം തൊണ്ടയിൽ കുടുങ്ങി ഒബ്സ്ട്രക്ഷൻ തടസ്സം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മള് ആൾക്ക് എന്ത് കൊടുക്കണം? ചോക്കിംഗ്, അതായത് ആ ഒബ്സ്ട്രക്ഷൻ നീക്കണം. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? അല്ലെ, 3 കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തേത്, ശരത്ത് ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ശരത് സാറിന്റെ തൊണ്ടയിൽ ചിക്കൻ്റെ ഒരു പീസ് കുടുങ്ങി. ഇമാജിൻ, സങ്കല്പിക്കാം, അല്ലെ? അദ്ദേഹത്തിന്റെ ശ്വാസം ഭാഗികമാണ്, അദ്ദേഹത്തിന്റെ ഒബ്സ്ട്രക്ഷൻ ഭാഗികമാണ്. ശ്വാസതടസ്സം പറ്റില്ല, പക്ഷെ കുറേശ്ശെ എടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? ഭാഗികമായിട്ടാണ്. പാർഷ്യൽ ചോക്കിംഗ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ലക്ഷണം തീർച്ചയായിട്ടും എന്താണ്? 2 കൈ ഇങ്ങനെ പിടിച്ചിട്ടാവും, ഇങ്ങനെ പിടിച്ചാണ് നിൽക്കുക. കാര്യം ശ്വാസതടസ്സമാണ്, ആൾക്ക് കൂടി ബേജാറായിട്ടുണ്ടാവും, കണ്ണും തലയെടുത്തിട്ടുണ്ടാവും. കാര്യം ശ്വാസം കിട്ടുന്നില്ല, അല്ലെ? കുറച്ചുകൂടി ഇതേ നില തുടർന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇപ്പൊ നിലവിൽ എന്താ വന്നിരിക്കുന്നത്? പാർഷ്യൽ ആയിട്ടുള്ള ഭാഗികമായിട്ടുള്ള ചോക്കിംഗ് ആണ്. കുറേശ്ശെ അദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ മുഴുവനായിട്ട് കിട്ടുന്നില്ല. അതിനാണ് പാർഷ്യൽ, ഭാഗികമായിട്ടുള്ള ചോക്കിംഗ് എന്ന് പറയുന്നത്. ആ പാർഷ്യൽ ചോക്കിംഗ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡർ, ട്രോമ കെയറിന്റെ നമ്മളുടെ സന്നദ്ധ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ കൈയൊന്ന് മാറ്റുക. പാർഷ്യൽ ചോക്കിംഗ് ആണ്, ഭാഗികമായിട്ടുള്ള ചോക്കിംഗ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് നന്നായിട്ട് ചുമക്കാൻ വേണ്ടി പറയാ. ദാറ്റ് ഇസ് കഫിംഗ്. അദ്ദേഹം ചെയ്യുന്നത് പോലെ നന്നായിട്ട് ചുമക്കുക, മനസ്സിലാലോ? അത് ഉള്ളിൽ നിന്ന് നന്നായിട്ട് ചുമക്കാൻ വേണ്ടി പറയാം. ആ ചുമക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? തടസ്സം നീക്കാൻ പറ്റും. ഭാഗികമായിട്ടുള്ള പാർഷ്യൽ ചോക്കിംഗ് ആണെങ്കിൽ നമുക്ക് കഫിംഗ് എന്ന് പറയുന്ന ഒരു മാതൃക സ്വീകരിക്കാം. കഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. അവ ശക്തമായിട്ട് ശരത് സാറോട് ചുമക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക. അവ നന്നായിട്ട് ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്ന പറയുന്നത്? ചുമക്കും. നമ്മുടെ കുട്ടികളിൽ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പാർഷ്യൽ ആയിട്ടുള്ള, ഭാഗികമായിട്ടുള്ള ചോക്കിംഗ് ആണെങ്കിൽ നന്നായിട്ട് ചുമക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. ആ ചുമക്കുന്നതിലൂടെ അത് പോകുന്നുണ്ടോ എന്ന് നോക്കാം. അത് പറ്റുന്നില്ലെങ്കിൽ രണ്ടാമത്തെ മാതൃകയാണ് സ്ലാപ്പിംഗ്. അതായത് ഭാഗികമായിട്ടല്ല ചോക്കിംഗ്, പൂർണ്ണമായിട്ട് ശ്വാസതടസ്സം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ രീതിയാണ് എന്ന് പറയുന്നത് സ്ലാപ്പിംഗ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ, അതായത് കാഷ്വാലിറ്റിയെ ഒന്ന് കുനിച്ചു നിർത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ 2 കാലിന്റെയും ഇടയിലൂടെ എന്റെ കാലിന് സപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ വയറിന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചുറ്റിപ്പിടിച്ചു. അതിനുശേഷം ഒരു കൈ കൊണ്ട് അദ്ദേഹത്തിന്റെ 2 ഷോൾഡറിന്റെയും മധ്യഭാഗത്തുള്ള ഈ പട്ടയില് എന്ത് ചെയ്യാന്ന് പറഞ്ഞത്? ഒരു 5 തട്ട് തട്ടുക. 1 2 3 4 5, ഒരു 5 തട്ട് തട്ടുക. ആദ്യത്തെ 5 തട്ടിൽ പോകുന്നില്ലെങ്കിൽ ഒരു 5 തട്ട് കൂടി തട്ടി വെക്കുക. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ലാപ്പിംഗ് എന്ന് പറയുന്നത്. ചെത്താണ് ചെയ്യുന്നത്, തട്ടാണ് ചെയ്യുന്നത്. വൈക്കോലിൽ നിന്ന് മാതിരി തല്ലല്ല, മനസ്സിലായല്ലോ? ചിലര് അതായത് എന്ന് പറഞ്ഞത് ഇങ്ങനെ വെറുതെ അടിച്ചുകൊണ്ടിരിക്കും, അതിൽ പോല ചെത്തുകയാണ്, ഇങ്ങനെ സ്ലാപ്പ് ചെയ്യുന്നത്. ഈ പ്രക്രിയക്കാണ് എന്തെന്ന് പറഞ്ഞത്? സ്ലാപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് 2 ഷോൾഡറിനെയും ഇടയിൽ ഒരു പട്ടയുണ്ട്. ആ പട്ടയില് ഒരു 5 തട്ട് തട്ടുക. 1 2 3 4 ഫ്രണ്ടിലേക്ക് നീക്കുക, അഥവാ ചെത്തുക, തട്ടുക. ഇതിനെയാണ് സ്ലാപ്പിംഗ് എന്ന് പറയുന്നത്. സ്ലാപ്പിംഗിലൂടെയും പോകുന്നില്ല എങ്കിൽ മൂന്നാമത്തെ രീതി അബ്ഡമിനൽ ത്രസ്റ്റ് ആണ്, അഥവാ ഹെംലിച്ച് മാന്യൂർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അബ്ഡമിനൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നിവർത്തി നിർത്തിയതിനു ശേഷം നേരത്തെ ഞാൻ ചെയ്ത പോലെ തന്നെ കാലൊന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹത്തിന്റെ പുക്കിളിന്റെ മീതെ എന്റെ കൈ മുഷ്ടി ചുരുട്ടി പിടിക്കുക. ഒരു കൈ മുഷ്ടി ചുരുട്ടി പിടിക്കുക, രണ്ടാമത്തെ കൈ അതായത് അതിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുക. ഫ്രണ്ട് ഭാഗം ആ മുഷ്ടിയുടെ മേലെ വെക്കുക. കണ്ടോ? അതായത് ഞാൻ അദ്ദേഹത്തിന്റെ 2 കാലിന്റെയും ഇടയിൽ സപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ പുക്കിളിന്റെ മീതെ ഞാൻ കൈ വെച്ചു, നിർത്തി. ഈ മൂന്നാമത്തെ നിവർന്നു നിർത്താൽ മതി. രണ്ടാമത്തേനാണ് കുഞ്ഞു നിൽക്കുന്നത്, മൂന്നാമത്തേന് നിവർന്നു നിർത്തുക. അതിനുശേഷം പുക്കിന്റെ മീതെ നമ്മൾ മുഷ്ടി ചുരുട്ടി കൈ പിടിച്ചു. ആ മുഷ്ടിയുടെ മീതെ രണ്ടാമത്തെ കൈ വെച്ചു. ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് കോരി ഇങ്ങോട്ട് വാരി കൊണ്ടുവരിക.
കൃത്യമായിട്ട് ഞാൻ ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ ശരത് സാർ ഇപ്പൊ കുടിച്ച ചായയും അതുപോലെ തന്നെ കടിയൊന്നും കഴിച്ചോ ഇല്ല, രാവിലത്തെ ഭക്ഷണം ഇവിടെ ഛർദ്ദിക്കും. കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഛർദ്ദിക്കും. അതിലൂടെ എന്ത് ചെയ്യുന്ന പറഞ്ഞത് ഈ ഒബ്സ്ട്രക്ഷൻ നീങ്ങി കിട്ടും. അപ്പൊ ഈ 3 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചോക്കിംഗ് ചെയ്യുന്നത്. ഒന്നാമത്തത് കഫിംഗ് ഭാഗികമാണെങ്കിൽ, രണ്ടാമത്തെ സ്ലാപ്പിംഗ്, മൂന്നാമത്തത് അബ്ഡമിനൽ ത്രസ്റ്റ് അഥവാ ഹെംലിച്ച് മാനുവർ. അപ്പൊ ഈ 3 രീതിയിൽ നമുക്ക് പരീക്ഷിക്കാം. ഉടൻ തന്നെ അതുകൊണ്ട് മാറുന്നില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഇടയിൽ തന്നെ ഇത് ചെയ്യാം. മനസ്സിലായല്ലോ? ഇതിനായിട്ട് ചെലവഴിക്കണമെന്നില്ല. ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു വഴിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കാം. നമുക്കത് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. എനിക്ക് അനുഭവമുള്ളതാണ്. എന്റെ കുട്ടി ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്ന് അവൾക്ക് 7 വയസ്സൊക്കെയാണ്, ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇവിടെ കുടുങ്ങി, അവൾ വല്ലാതെ അസ്വസ്ഥമായി. ഞാൻ ചെയ്തത് സ്ലാപ്പിംഗ് ആണ്. സ്ലാപ്പിംഗിൽ 5 തട്ട് പറ്റിയപ്പോൾ തന്നെ അത് പുറത്തേക്ക് വന്നു. അങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നില്ല. അപ്പൊ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്ത് ആ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഇറ്റ് ഈസ് ചോക്കിംഗ്. ഇതാണ് എന്താ പറയുന്നത്, ചോക്കിംഗ്. അപ്പൊ അത് മനസ്സിലായല്ലോ അല്ലെ? പാമ്പ് കടി പറയണം അല്ലെ?